ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് സാധാരണ ഒരു ബൈക്ക് അപകടമല്ല. തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട്ടിൽ ചക്കക്കാട് എന്ന സ്ഥലത്ത് ഒരു യുവാവ് ഈ ബൈക്കിൽ സഞ്ചരിക്കവേ എന്തു സംഭവിച്ചു നമുക്ക് അന്വേഷിക്കാം. ഭർത്താവ് മീൻ കൊണ്ടുവരുന്നതും കാത്താണ് രാത്രി ഇരുന്നത് അല്ലേ? ചേട്ടൻ്റെ ഒരു സന്തോഷമാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അത് കൂട്ടുകാരുമായിട്ട് പോവും. സന്തോഷങ്ങൾക്കൊന്നും ഞാൻ തടസ്സം നിൽക്കാറില്ല. മിക്കപ്പോഴും പോവും. ആഴ്ചയിൽ മീൻ പിടിക്കാൻ പോവും. പോയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് ഇടുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മോൻ അച്ഛനെയും നഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു വിധി ഇനി ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാവരുത്. അല്ലെങ്കിൽ അവരെന്ത് വേണമായിരുന്നു, കറണ്ട് ഇട്ടപ്പോഴത്തേക്ക് പരിസരവാസികളുടെ അടുത്തെങ്കിലും പറയണം, ആ റൂട്ട് സഞ്ചരിക്കുന്നവരടുത്തെങ്കിലും ഒന്ന് പറയണമായിരുന്നു, ഇങ്ങനെ കറണ്ട് ഇട്ടിട്ടുണ്ട്, രാത്രി സഞ്ചരിക്കണം, സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒരു ബോർഡെങ്കിലും വെക്കണമായിരുന്നു. അതും അവർ ചെയ്തിട്ടില്ല. അപ്പം നഷ്ടം എനിക്ക് മാത്രമേ, എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ മോൻ ബോധം കെട്ടത് 2:30 മണിക്ക് എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞു, ചേച്ചിയും ഉണ്ണി ഇവിടെ വീണിട്ട് ബോധം പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കണം, എൻ്റെ കൊച്ചിനിപ്പോൾ എന്തിട്ട് ബോധം പോയി. ഞാനപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. വെറുതെ എനിക്ക് കാല് സുഖമില്ല, ഇനി സൗകര്യം വെള്ളത്തിനൊന്നും എനിക്ക് ഇറങ്ങി കയറാൻ വയ്യാത്തതുകൊണ്ട് അപ്പുറത്തോട്ട് താമസമാണ്. ഞാനിങ്ങനെ പല വാതിലും വിട്ടണം, എനിക്ക് എന്നിട്ട് എൻ്റെ കൊച്ചു ബോധം കെട്ടതെന്ന് ഇപ്പം ആദ്യമായിട്ട് ഞാൻ അറിയണേ. എനിക്ക് വെളിയിലിറങ്ങാൻ പാങ്ങില്ല സാറേ, ഇരുട്ട് 2:30 മണിയല്ലേ, എങ്കിലും ഞാൻ വരും. എൻ്റെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ വരും. പക്ഷേ ഈ പറഞ്ഞ ആളെന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചി വരല്ലേ, സമയം എത്രയായുള്ളൂ, ഞങ്ങളിവിടെ ഉണ്ട്. അയ്യോ ഒരിക്കലും ഇല്ലേ, എൻ്റെ കൊച്ചു ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ ഈ വീട് ഒന്ന് ശരിയാക്കാതിരിക്കുക. എൻ്റെ അമ്മ രാവിലെ അവിടെ ഒരുങ്ങുന്നില്ലേ, ഞാൻ വന്ന് കൊണ്ടുവരാം അമ്മ. ഞങ്ങൾ വിചാരിച്ചില്ലേ എൻ്റെ പൊന്നാനോ, വിചാരിച്ചില്ലേ എൻ്റെ മോനെ. ഉണ്ണിയുമായി ആറ്റിൽ പോയി മീൻ പിടിക്കാമെന്നാണ് പോയത്. ശേഷം നിങ്ങൾ മീൻ പിടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. എന്താണ് സംഭവിച്ചത്? വീട്ടിലേക്ക് വന്ന് അവിടെ താഴെ വണ്ടി നിർത്തി അവർ കയറ്റമാണ്. കയറ്റപ്പോൾ 3 പേര് കയറത്തില്ല. അതുകൊണ്ട് നമ്മൾ 2 താഴെ ഇറക്കിയിട്ട് വണ്ടി മേളിൽ വെച്ചിട്ട് നിൽക്കാമെന്ന്. നമ്മൾ താഴെ ഇറങ്ങി നമ്മൾ 2 കാര്യം പറഞ്ഞു ചെന്നപ്പോൾ മേളിൽ വന്നപ്പോഴത്തേക്ക് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ചെന്ന് പിടിച്ചപ്പോൾ ഒരു അമറക്കം കേട്ടു. അങ്ങനെ പിടിച്ചപ്പോൾ നമ്മളെ ഷോക്ക് അടിച്ച്, വണ്ടിയിൽ പിടിച്ചപ്പോൾ വണ്ടിയിൽ നിന്ന് ഷോക്ക് അടിച്ച്. അങ്ങനെ ടയറിലാണ് ചവിട്ടി മാറ്റിയിട്ട് ആളാണ് എടുത്ത് ഇന്ന് അവിടെ നിന്ന് എടുത്ത് താഴെ റോട്ടിൽ കൊണ്ടുവന്നു. നിങ്ങൾക്ക് മനസ്സിലായത് കറണ്ട് അവിടെ കറണ്ട് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെയ്ക്ക് അറിഞ്ഞൂടാ. ഇവിടെ കമ്പി വലിയ വാലി കെട്ടിയിട്ടുണ്ട്, പന്നിയിറാനിരിക്കാനാണ് കറണ്ട് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞൂടാ. സ്വാഭാവികമായിട്ടും കൂട്ടുകാരൻ മറിഞ്ഞു വീണു. അങ്ങനെ പിടിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ചെന്ന് പിടിച്ചപ്പോൾ ഷോക്ക് അടിച്ചു. എന്താണ് സംഭവിച്ചത് ഉണ്ണിക്ക്? അത് സംഭവിച്ചത് ഒരു 3 പേരുണ്ടായിരുന്നു. 3 പേരും അവർ പുഴയിൽ പോയി മീൻ പിടിച്ച് തിരികെ വന്നപ്പോഴത്തേക്ക് രാത്രി 2:30 മണി സമയമാണ്. അപ്പോൾ ആ കയറ്റം കയറാത്തതിനെ കൊണ്ട് അവർ 3 പേരും കൂടെ ഒരുമിച്ചാണ് ബൈക്കിൽ വന്നത്. അത് കയറ്റം കയറാത്തതിനെ കൊണ്ട് 2 പേരെ താഴെ ഇറക്കിയിട്ട് അവൻ ഒറ്റയ്ക്ക് കയറിപ്പോയി വയക്ക് വച്ച് അവർ 2 പേര് താഴെ നിന്ന് കയറി ചെന്നപ്പോഴത്തേക്ക് ഒരു വിളി കേട്ടാണ് അവർ താഴെ നിന്ന് ഓടി കയറി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ അടിയിലും വണ്ടി മീനയിലും. ഈ 2 പിള്ളേരും കൂടെ ഇവനെ പിടിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഇറത്തടിച്ചു. അപ്പം അയ്യോ ഇത് ഇറത്താണല്ലോ എന്ന് പറയുന്നതൊക്കെ വണ്ടി ചവിട്ടി മറിക്കുന്നു വീഴും. വണ്ടി ചവിട്ടി മറിച്ച് ടയറിൽ ഒരു നിന്നും കൊണ്ട് അവനെ തൂക്കിയെടുക്കുകയാണ് ചെയ്തത്. അത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റോഡ് ഇനി എനിക്ക് ഒരു സംഭവം സംഭവിച്ചു ഇനി അത് വരാതെ ആവണം. കാര്യം ഈ റോഡ് എത്രയോ കൊച്ചുകുട്ടികളും അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു വഴിയാണ്. അപ്പം ഇതിൻ്റെ നികുതി എനിക്ക് ഇത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് പരമാർത്ഥം എനിക്ക് അറിഞ്ഞേ പറ്റൂ. നേരിട്ടാണ് ഇവർ കണക്ഷൻ കൊടുത്തത്. ഇങ്ങനെ കിടന്ന് ഈ കുട്ടികൾ കിടന്ന് വിളിച്ച് അവനും ഭയങ്കര അവനും വിളിച്ചിട്ട് ഇവർ അപ്പോൾ തന്നെ ഇവർ ലൈറ്റും ഒക്കെ അണച്ച് ആ വീട്ടിനകത്ത് ആളുണ്ടെന്നുള്ളൊരു ഭാവം കാണിക്കാതെ ഇവർ വീട്ടിനകത്ത് കയറി. അയൽവാസിയല്ലേ? അപ്പൊ എന്റെ ബന്ധുക്കൾ മുകളിൽ താമസമുണ്ട്, 3-4 വീട്ടുകാരുണ്ട്. ഈ വിളി അത്രയും കേട്ടുകൊണ്ട് അവരിറങ്ങി വന്നപ്പോൾ പോലും ഇവർ എഴുന്നേറ്റില്ല.
അവിടെ ആംബുലൻസ് വന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആംബുലൻസ് വന്നത്. ആംബുലൻസ് വന്ന് അവന് രാത്രികാലമായതുകൊണ്ട് അതിൻ്റെതായ താമസം വരും. അപ്പം അവർ ആംബുലൻസ് വന്ന് ഇവനെ കൊണ്ടുപോയിട്ടും ഇവർ എഴുന്നേറ്റില്ല. ഇവരോട് നിങ്ങൾ ഇത് എന്തിനിത് കൊടുത്തിട്ടിരുന്നെന്ന് കേട്ടവൻ പറയണം, അയ്യോ ഞങ്ങൾ കൊടുത്തില്ല, ഒരു വർഷക്കാലം കൊണ്ട് ഇവർ ഈ പരിപാടി വെച്ച് നടത്തുകയാണ്. ഒരു വർഷക്കാലം കൊണ്ട് ഈ കൂടെ വന്ന രണ്ടുപേർക്കും കറണ്ട് അടിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും മറിഞ്ഞ് വീണല്ലോ. അവർ രണ്ടുപേരും അവനെ ചെന്ന് പിടിച്ചപ്പോൾ മറിഞ്ഞ് വീണ്. അവസാനം നിവർത്തിയില്ലാതുകൊണ്ട് ഇവൻ ടയറിൽ ചവിട്ടിയാണ് അവനെ വലിച്ചു ഊരിയെടുത്തത്. അവന് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, അതിനടിയിൽ പെട്ടുപോയി. എന്നിട്ട് അത് ചവിട്ടിക്കൊണ്ടാണ് അവൻ അതിനെ അടിയിൽ നിന്ന് ആളിനെ ഊരിയെടുത്തത്. അപ്പോൾ വണ്ടി അങ്ങ് മറിച്ചിട്ടാണ് ഇവനെ എടുത്തത്. അപ്പൊ ഇത്രയും സാഹസം ഇവര് ചെയ്യണമെങ്കിൽ ഇവര് മനഃപൂർവ്വം അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. വണ്ടി അവനാണ് അവൻ എന്നും കൊണ്ടുവയ്ക്കുക തന്നെ. കൊച്ചിക്കാൻ കാണും, പക്ഷെ അന്ന് കൊച്ചിക്ക പോയില്ല. മോനെ കൊണ്ടാണ് ഇവൻ യഥാർത്ഥത്തിൽ പോണത് മോനെ കൊണ്ട്. അന്ന് കൊണ്ടുപോകാൻ ഭാവിച്ചവൻ തള്ള സമ്മതിച്ചില്ല, അച്ചാമ്മ സമ്മതിച്ചില്ല. അതുകൊണ്ട് അന്ന് കൊച്ചിനെ കൊണ്ടുപോയില്ല. അല്ലെങ്കിൽ അച്ഛനും മോനും വന്ന് തീർന്നാനായിരുന്നു. ഈ പ്രദേശത്ത് പന്നിശല്യം നിരന്തരമായിട്ട് പന്നിശല്യവും മറ്റേ വലയുന്നു കുരങ്ങന്മാരെ ശല്യം എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ഈ ഷോക്ക് വയ്ക്കണത് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത്. പരിസരവാസികൾക്കൊന്നും ഒരു മുൻകരുതല ഒന്നും എടുക്കാതെയാണ് ചെയ്തേക്കുന്നത്. അത് അയൽവക്കത്തുള്ളവർ പോലും ഈ വിവരം പറഞ്ഞിട്ടില്ല. അവർ ഒരു കാര്യം അറിയത്തില്ല. എല്ലാ വസ്തുക്കളിലും പിന്നെ ഇതുപോലെ പന്നിയും കുരങ്ങനും ഒക്കെ കയറുന്നതല്ലേ? എല്ലാ വസ്തുവിലും കയറുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെയാണ് അവരുടെ താല്പര്യപ്രകാരം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അനുമതിയൊന്നും ഇല്ലാതെ ഒരു സുരക്ഷാ മുൻകരുതൽ ഒന്നും ചെയ്യാതെ വെച്ചേക്കാണ്. അതിപ്പോൾ തന്നെ ആ വഴിയിൽ നിങ്ങൾ കണ്ടല്ലേ, ആ ട്യൂഷൻ കഴിഞ്ഞ് പൊതുവഴിയാണ്. ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേർ 7 മണി തൊട്ട് 8 മണി ടൈമിലൊക്കെ അങ്ങോട്ടും രാത്രികാലത്ത് സഞ്ചരിക്കുന്ന റോഡാണ്. അത് ഒരു മുൻകരുതലില്ല. ആ റോഡിൻ്റെ ചേർന്ന് ഒന്ന് കൈയൊന്ന് വീശിയ അതിൽ തട്ടണ ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവരുടെ അതിർത്തിയും കഴിഞ്ഞാണ് റോഡിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് രാത്രിയാകുമ്പോൾ കണക്ഷൻ കൊടുക്കുകയും അത് ആരുടെ അറിയിച്ചിട്ടുമില്ല. കൂട്ടുകാരനാണ് മരിച്ചത്. ബന്ധുവാണ്, കൂട്ടുകാരനാണ്. ഈ കുടുംബത്തിൻ്റെ ആകെ ഒരു ആശ്രയമാണ്. ഇപ്പോൾ നാട്ടുകാരായിരിക്കും കറണ്ട് കൊടുത്തതെന്നൊക്കെയാണ് അവർ സംസാരം ചെയ്ത്. അവരെ വസ്തുവിൽ അവർ വേലി കെട്ടി കറണ്ട് കൊടുത്തത് അവരെല്ലാം പിന്നെ വേറെ നാട്ടുകാർക്ക് ചെയ്തിട്ട് വല്ല ഉപയോഗമുണ്ട്? ഒരാവശ്യമില്ല. ഇവ സ്ഥിരമായിട്ട് വണ്ടി വയ്ക്കണം അവിടെ തന്നെ. അല്ലെങ്കിൽ അവൻ വണ്ടി അവിടെ സ്ഥിരമായിട്ട് വയ്ക്കണം. അവൻ്റെ കൂടെങ്കിലും ഒന്ന് പറയാം, ഇവിടെ ഇങ്ങനെ കറണ്ട് കൊടുത്തിട്ടുണ്ട് സൂക്ഷിക്കണമെന്ന് അവൻ്റെ കൂടെങ്കിലും പറയാം. സ്ഥിരമായിട്ട് വണ്ടി അവിടെ വയ്ക്കണതാണ്. അവനോട് പോലും പറഞ്ഞിട്ടില്ല, നാട്ടുകാർക്ക് അറിഞ്ഞില്ല, അയൽവാസിയൊക്കെ അറിഞ്ഞിട്ടോ ആർക്കും അറിയത്തില്ല. കുട്ടികളൊക്കെ 6 മണി മുതൽ 8 മണി വരെ സമയത്തൊക്കെ അവിടെ കളിക്കുന്ന പിള്ളേരാ. എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ്ട് ഇവൻ്റെ കൊച്ചുങ്ങൾ വരെ അവിടെ നിന്നാണ് കളിക്കുന്നത്. രാത്രി ഒരു 7 മണി സമയത്തൊക്കെയാണ് കളിക്കുന്നത്. 7 മണി ഒരു ഫുട്ബോൾ കളിക്കുക, ബോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വീഴുമ്പോൾ അവരത് പോയി എടുക്കാനായിട്ട് പോകും. ആ സമയത്ത് കറണ്ട് വേലി കറണ്ട് പാസ് വെച്ചിരിക്കുന്നത്. വേലി കണക്കാണ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം മുകളിലറ്റം വരെ വെച്ചേക്കുന്നത്. വേലി കണക്കാണ് വെച്ചേക്കുന്നത്. അവര് അല്ലാതെ സാധാരണ വേലി കെട്ടില്ലേ, അതേ കണക്കാണ് കറണ്ട് പാസ് ചെയ്ത് മുകളിലൊക്കെ കയറ്റി വെച്ചിരിക്കുന്നത്.